ഇവിടെ കുറച്ച് കാടുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് കുറച്ചൊരു ബെറ്റർ ആയിരിക്കും തോന്നണു. ലെറ്റ് മീ സി. ഓക്കെ, ഇവിടെ ഭയങ്കര ഒരു ഇറക്കവുമാണ്. സോ അഗൈൻ ഇതിൽ പോകുന്നതും ഒരു പ്രോബ്ലം ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പോ എൻ്റെ അടുത്ത് ഒരു റിമോട്ട് ഉണ്ട്, ഇതിലാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. പുട്ട് ഇൻ മൈ പോക്കറ്റ് ബിക്കോസ് കൈ തണുക്കും അല്ലെങ്കിൽ. ഓക്കെ, അപ്പോ ഇന്ന് 10 സെക്കൻഡ് ആണ് എനിക്ക് അത് ഇന്ന് കിട്ടിയത്. അപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കാം, സോ ഹൂ ആം ഐ കമ്പീറ്റിംഗ് വിത്ത്. ഓക്കെ, ഞാൻ അവിടെ പോകുമ്പോൾ പറഞ്ഞാല് ഞാൻ പകുതി എത്തുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ തിരിച്ചു വരുന്നതാണ്. ബിക്കോസ് സം പീപ്പിൾ ഗോ 5 kilometers in 17 minutes, which is actually amazing. Let me go this way. ഈ റോഡിൽ അങ്ങനെ അധികം ആളില്ലാത്ത റോഡാണ്. സോ ഞാൻ പകുതി ആകുമ്പോഴേക്കും പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ തിരിച്ചു വരുന്നതാണ്. അപ്പോ സോ ഐ എം നോട്ട് ആക്ച്വലി കമ്പീറ്റിംഗ് വിത്ത് ഹിം. Actually, I'm competing with me, who was last week. I think that's how the competition should be. നമ്മൾ വേറൊരാളോട് മത്സരിക്കുന്നതിനെക്കാൾ you try to be better than yesterday. അതാണ് എൻ്റെ ഒരു പോളിസി. Again, I don't know whether, I'm not a philosopher or anything. I think that's probably the best way to do it. നമ്മളിപ്പോ ഈ 25 വയസ്സുള്ള, എനിക്കിപ്പോ 55 വയസ്സായി. 20-25 വയസ്സുള്ള ആൾക്കാരോട് കമ്പീറ്റ്, മാത്രമല്ല അവര് ചിലപ്പോൾ പറഞ്ഞാൽ they might have started running probably about when they were 5 years old. I started running, just about maybe 3 months ago, something like that. So because എൻ്റെ കാലിലൊരു കാർട്ടിലേജിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ബിക്കോസ് റണ്ണിങ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. ഒരിക്കൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞാല് പിന്നെ ഈ ആഴ്ച പിന്നെ എനിക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാല് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പോകുന്നതെന്ന് പറഞ്ഞാൽ കയറ്റം വരുമ്പോഴാണ്. അപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞാൽ നോർമലി ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ you try to compete with you who was yesterday. I think that's probably the best way to do it. എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്, which is what I was doing. Okay, so see, try to be as active as possible, because for a healthy mind you should have a healthy body. It's actually, that is something I truly believe, because when you have and you don't have a healthy body, it's very, very difficult to have a healthy mind, especially in the job. A healthy mind is actually quite an important part, because what I do is actually, I'm an architect, so basically you have to think out of the box many times. So ഇതിങ്ങനെ ടേൺ ചെയ്യുക എങ്ങനെയാണ്, ഒരു നല്ലൊരു ടേണിങ്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഡു ദാറ്റ് വൺ മോർ. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഇതാരും വരാത്തൊരു ആണ്. ഇപ്പൊ ആ ഡ്രോൺ നോക്കിയോ, യു ട്രൈ ടു ഗെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. കാരണം ഞാനത് എന്റെ മുന്നിൽ നിന്ന് ട്രാക്ക് ചെയ്യാനാ പറഞ്ഞത്. ഇറ്റ്സ് റിയലി നൈസ് ആക്ച്വലി. ഈസ് കൈൻഡ് ഓഫ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. സീ, ഇപ്പൊ അതിന് എന്നെ മുന്നിൽ കയറി. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ അതിന്റെ റൈറ്റ് സൈഡിലൂടെ പോകാൻ നോക്കൂ. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്റെ റൈറ്റിൽ നിന്നാണ് കാറ്റ്. അപ്പൊ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോ റോഡാണ്, ഹൈ സ്പീഡ് റോഡാണത്. അപ്പോ A5 എന്ന് പറഞ്ഞ റോഡാണ്. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. അപ്പോൾ ലെറ്റ് മീ ജസ്റ്റ് ഗോ ക്വൈറ്റ് ഫാസ്റ്റ് ആസ് വെൽ. ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ ഒരു വാലന്റൈൻസ് ഫെബ്രുവരി 14 വാങ്ങിയതാണിത്. ഞാനൊരു I'm kind of enjoying it. It's basically an electric skateboard. ഭയങ്കര സ്പീഡായാലും പറഞ്ഞാൽ അത് വോബിൾ ചെയ്യാൻ കൊടുക്കും. It was actually wobbling quite a bit. തല തിരിഞ്ഞു പോയി. അത് അതിന്റെ ഇത് ടൈറ്റ് ചെയ്യണം ലേശം. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ദ പ്രോബ്ലം ഈസ്. എന്താ പറയാ, ഇറ്റ് വാസ് സ്പീഡ് വല്ലാണ്ട് കൂടിയപ്പോൾ ഇറ്റ് വാസ് വോബിളിംഗ് ടു മച്ച്. സി, ഡാമേജ് എല്ലാം ഉണ്ട്. ഓക്കെ, എനിവേ, it's probably going too fast, I guess. Okay, let's speed കുറക്കാം. Anyway, so I think if it works, I'll probably keep on doing it instead of getting bored, just not talking to anyone.
At least I'll find somebody to speak to. ഇത് അതിൽ പോസ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത് എനിക്കും അറിയില്ല. ബട്ട് ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. ഓക്കെ, ഇങ്ങനെ പോയി നോക്കട്ടെ. ഇറ്റ്സ് ആക്ച്വലി വെരി വിൻഡി. അതുവഴിയാണ് എനിക്ക് പോകേണ്ടത്. ഓക്കെ, okay, I'm gonna call it back. Come, buddy.